ഹലോ ഗൈസ്, അപ്പം ഞാനിപ്പം ഇന്നിപ്പോൾ ഈ വീഡിയോ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ദഫൂ ഫുഡ്സിൻ്റെ കല്ലുമ്മക്കായ നിറച്ച് ഞാൻ 2 പാക്കറ്റ് വാങ്ങിയേ. അപ്പോൾ എനിക്ക് തോന്നി ഇത് മമ്മൂസിൻ്റെ ചാനലൊക്കെ തന്നെയാണ്, മമ്മൂസിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ തന്നെയാണ് ഇത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക. എന്നാലും ശരി, ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ട സാധനമാണല്ലോ ഈ കല്ലുമ്മക്കായ നിറച്ചൊക്കെ. ഇപ്പോൾ FB-യിലൊക്കെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഇതിങ്ങനെ വന്നിട്ട് നമ്മളിങ്ങനെ കൊതിപ്പിക്കും. ഇതൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് ഇപ്പോൾ ഇത് വീട്ടിൽ കിട്ടുന്നവരുണ്ടാവും, ഉണ്ടാക്കാൻ വേഗം എളുപ്പം അറിയുന്ന ആൾക്കാരണം. അറിയാത്തവർക്ക് ഇതൊരു ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ്. പിന്നെ മാത്രമല്ല മമ്മൂസിനെ പോലെ കുട്ടികളൊക്കെ ഉള്ളിടത്തും ഇത് റിസ്ക്കാണ്, കാരണം ഇതൊക്കെ നുള്ളി തുളിച്ചുണ്ടാക്കണ്ടേ. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയതാണ്. ഇത് ഒരു പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ 10 പീസുണ്ടായിരുന്നു. 10 പീസിന് എത്ര 400 എത്രയോ രൂപയായിരുന്നു കേട്ടോ. എനിക്ക് ഞാൻ പ്രൈസ് കാണിച്ചു തരാം. അപ്പോൾ എനിക്കിതൊരു പേടി ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ഇങ്ങനത്തെയൊക്കെ ഞാനിങ്ങനെ റെഡി ആക്കിയിട്ടുള്ള സാധനം വാങ്ങുന്നത്. കുഴപ്പമൊന്നുമില്ല. അതിലൊരു വെള്ള കളർ തോന്നുന്നുണ്ടെങ്കിൽ അത് പൂപ്പൽ അങ്ങനത്തെ ഒന്നും വിചാരിക്കേണ്ട. എൻ്റെ ഫോണിൻ്റെ ആ ഒരു പിന്നെന്താ ഉഷാറുണ്ട് കേട്ടോ. അല്ലാതെ ഇത് വേറെ കളർ വ്യത്യാസം നല്ല സ്മെല്ലൊന്നുമില്ല, നല്ല അടാറ് സ്മെല്ല് തന്നെയാണ്. അല്ലാതെ ഞാനിത് 3-ാം തീയതി ഓർഡർ ചെയ്തത്, എനിക്കിത് ഇന്നെനിക്ക് കിട്ടി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അന്നിപ്പോൾ എന്താ പറയുക, 3-ാമത്തെ ദിവസം തന്നെ എനിക്കിത് കിട്ടി. ഇപ്പോൾ 2 പാക്കറ്റിലും കൂടി 10 എണ്ണമാണുള്ളത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, കണ്ട കാഴ്ചയിൽ പറയാനുള്ളത് കുറച്ചും കൂടി വലുപ്പമാവായിരുന്നു. പിക്ചറിൽ കുറച്ച് വലുതാണ്, നമ്മൾ വീഡിയോയിൽ വലുതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്കറിയില്ല. പക്ഷേ ഇത് സാധനം അത്ര വലുപ്പം കുറവാണ്. പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാനിതാ പിന്നെ അതിന് വേവിക്കാനൊന്നും നിന്നില്ല, ഞാൻ ഉടനെ പൊരിക്കാൻ നിന്നിട്ടാ. അതിൽ എഴുതി വെച്ചാൽ എന്താ വെച്ചാൽ നല്ല തിളച്ച എണ്ണയിലിട്ട് 5 മുതൽ 10 മിനിറ്റിൻ്റെ ഇടയിൽ വേവിക്കുക. ഫ്രൈ ആകുമ്പോൾ തിരിച്ചെടുക്കുക ആ പാകമാകുമ്പോൾ തിരിച്ചെടുക്കാനാണ് അതിൽ എഴുതി കാണിച്ചിരിക്കുന്നത്. പിന്നെ ഈ എണ്ണയിൽ മസാല കലങ്ങിയ പോലെ നിങ്ങൾക്ക് തോന്നും, മസാല കലങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. കാരണം ഞാൻ അവരുടെ റെക്കമെൻഡ് വീഡിയോ ചെയ്യുന്ന ആളൊന്നുമല്ല. പക്ഷേ ഞാൻ പറയണത് എന്താ വെച്ചാൽ ഇത് ഞാൻ ഉച്ചയ്ക്ക് ചിക്കൻ പൊരിച്ചതാണ് കേട്ടോ മക്കളെ. അപ്പോൾ അതിലേക്ക് തന്നെയാണ് ഇതൊന്ന് ഇട്ട് നോക്കുന്നത്. വെളിച്ചെണ്ണയാണ്. അപ്പം കുറേ പേര് പറയും ഉപയോഗിച്ച എണ്ണ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ. പക്ഷേ ഇന്ന് പൊരിച്ചതാണ്, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇന്ന് പൊരിച്ച ചിക്കൻ പൊരിച്ച എണ്ണയിലൊക്കെ തന്നെ ഞാൻ ഇതെടുത്തിട്ട് ഫ്രൈ ആക്കുകയാണ് കേട്ടോ. നല്ല അടാറ് സ്മെല്ലാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളി സ്മെല്ലാണ്. ഇന്ന് നമ്മൾ വാങ്ങി ഉണ്ടാക്കിയ പോലെ ഉണ്ട്, 2-3 ദിവസം കഴിഞ്ഞിട്ട് നമ്മളെ കയ്യിൽ കിട്ടിയ എന്നുള്ള അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. അത്രയും നല്ല സ്മെല്ലാണ് വരുന്നത്. ഇതൊന്ന് പൊരിച്ച് കിട്ടി കഴിക്കാൻ കൊതിയായിട്ട് വയ്യ. അപ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ റേറ്റ് എനിക്കറിയില്ല കൂടുതലാണോ കുറവാണോ. എന്നാൽ ഒരു പീസിന് 40 എബോ വരുന്നുണ്ട്. പിന്നെ നമ്മളെ കയ്യിൽ സാധനം കിട്ടുന്നുണ്ട് കേട്ടോ. മീഷോയിലെ ആളാണ് കൊണ്ടുത്തന്നത്, മീഷോ ചേട്ടനാണ് കൊണ്ടുത്തന്നത്. അപ്പം ഈ ഔട്ട് ഓഫ് ഡെലിവറിയൊക്കെ രാവിലെ കാണിച്ചിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് പഠിച്ചവനെ പൈസയും കൊടുത്തു, സാധനം കിട്ടാണ്ടാവുമെന്ന്. ഇല്ല, മീഷോത്തെ ആൾക്കാരെ കൊണ്ടുവന്നിട്ടോ. അഥവാ നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് അങ്ങനത്തെ വലിയ ഇഷ്യൂ വരികയാണെങ്കിൽ മീഷോത്തെ ആൾക്കാരെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അടിപൊളി സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വല്ല കൂടുതൽ ഡെക്കറേഷനൊന്നും കാണിക്കുന്നൊന്നുമില്ല, ഇതൊരു കുക്കിംഗ് ചാനലൊന്നും അല്ലല്ലോ. അപ്പോൾ ഞാനിതാ ഒരു പ്ലേറ്റിലൊക്കെ ഇട്ടിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, നല്ല ചൂടാണ്. ഒന്ന് കഴിച്ച് നോക്കാം നമുക്ക്. ഇങ്ങനെ നെക്കി വെക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. അതായത് ബലം പിടിച്ചുകൊണ്ട് ഒന്നല്ല, സോഫ്റ്റായിട്ട് തന്നെ സാധനം ഉള്ളത്. പിന്നെ ഈ കളർ ഇങ്ങനെ കണ്ടിട്ട് കരിഞ്ഞ പോലെ ഒന്നുമില്ല, കരിഞ്ഞതൊന്നുമല്ല കേട്ടോ. ഞാൻ ആ എണ്ണയിൽ തന്നെ ഇട്ടത് കൊണ്ടുള്ള ആ ഒരു ഇതാണ്. പിന്നെയുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലുമ്മക്കായ് ഇതിൽ കാണുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. അത് അവരുടെ കുഴപ്പമല്ല, മൊത്തത്തിൽ കല്ലുമ്മക്കായ് പൊരിച്ചിൻ്റെ സാധനം കാണാൻ കുറച്ച് റിസ്ക്കാണ്. നമ്മളിങ്ങനെ പൊരിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള അതിൻ്റെ ആ ഇതിലുള്ള അതിൻ്റെ താഴെയുള്ള അതിൻ്റെ ഒരു കാട്ടം എന്ന് പറയും നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ, അത് കളയുക. ഇതിലത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ കല്ലുമ്മക്കായ് ഇല്ല, അങ്ങനൊരു കാര്യമുണ്ട്. പിന്നെ അവരെ കുറ്റം പറയാനും പറ്റില്ല. കല്ലുമ്മക്കായ് പൊതുവെ അങ്ങനെ തന്നെയാണല്ലോ. അതായത് ആ സഹിക്കാൻ വയ്യാത്ത സ്മെല്ലാണ്. അതൊരു ചെറിയൊരു പീസ് വായിലിട്ട് നോക്കിയിട്ടോ, ഒടുക്കത്തെ ടേസ്റ്റാണ്. ടേസ്റ്റിലൊന്നും ഒരു കുഴപ്പമില്ല. ആ കല്ലുമ്മക്കായ് ഇതിൽ കാണുന്നില്ലെങ്കിലും കല്ലുമ്മക്കായൻ്റെ സ്വാദ് ആ മാവിൽ നല്ലോണം കിട്ടുന്നുണ്ട്. പിന്നെന്താ നല്ല ഫ്രഷായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത്. പിന്നെ നല്ല എന്താ സോഫ്റ്റ് ഉണ്ട്, എന്നാൽ പുറമെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. എരിവുണ്ട് കേട്ടോ, മൊമോസിന് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ മൊമോസിനൊക്കെ എരിവില്ലാണ്ടൊക്കെ ചെയ്യാം. പക്ഷേ ഇത് എരിവുണ്ട്. വിചാരിച്ച് വലിയ എരിവ് വായിൽ വെക്കാൻ പറ്റാത്ത എരിവ് നല്ല ഉദ്ദേശിച്ചത്, കുഞ്ഞിന് കൊടുക്കാൻ പറ്റില്ല എന്നാണ്. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു തരുമ്പോൾ ഇതെന്താ വൃത്തിയില്ലാതെ കഴിക്കുന്നതെന്നൊന്നും തോന്നരുത് കേട്ടോ. കാരണം യൂട്യൂബ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഞാൻ നിങ്ങൾക്കിത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടോ ഇതൊക്കെ ഇങ്ങനെ ചിക്കി പൊളിച്ചമാർക്കൊക്കെ പൊളിച്ചിട്ടും തിരിച്ചിട്ടൊക്കെ കാണിച്ചു തരുന്നത്. ആർക്കെങ്കിലും പേടി ഉണ്ടാവും, ചിലപ്പോൾ കഴിക്കാൻ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ മാവൊക്കെ ഫുള്ളായിട്ട് പൊളിച്ച് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് നല്ല സോഫ്റ്റും ഉണ്ട്, നല്ല സ്മെല്ലുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് എടുത്ത് വെക്കട്ടെ. ഞാൻ അത് കാസറോൾ എടുത്ത് വെക്കാനാണ് പോകുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ചിക്കൻ പൊരിച്ചാൽ വരെ കാസറോളിലിട്ടെ. കാരണം എനിക്കത് ഇങ്ങനെ ആവി കിടന്നിട്ട് പഞ്ഞി പോലെ ആയിട്ട് കഴിക്കുന്ന ഇഷ്ടം. ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ അക്കാൻ്റെ ഉമ്മാക്ക് എന്തോ ഉണ്ടാക്കി കൊടുത്തപ്പോൾ പറഞ്ഞു സംഭവം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷെ കുഴഞ്ഞു പോയിന്ന്. ഞാൻ കുഴപ്പിച്ചതാണ്, മീൻസ് അങ്ങനെ സോഫ്റ്റ് ആക്കിയതാണ് ഞാൻ.
പക്ഷേ എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. അപ്പം ഞാൻ ഇതൊന്ന് ഇതിൽ മൂടിയൊക്കട്ടെ. ഒന്ന് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ആ ചൂടൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് ഇതൊന്ന് എനിക്ക് ഇഷ്ടമുള്ള മാതിരിക്കൊന്ന് സോഫ്റ്റ് ആവട്ടെ എന്ന് കരുതി ഞാൻ അതിൽ മൂടി വെക്കുകയാണ് കേട്ടോ. ഞാൻ ഒരു കൈ കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ആ കൈ കൊണ്ട് തന്നെ മൂടിയൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യുന്നൊന്നും വിചാരിക്കേണ്ട. നമ്മുടെ ഇത് ട്രൈപ്പ് കോഡൊക്കെ വാങ്ങിയിട്ട് യാതൊരു കാര്യമില്ല. എൻ്റെ മമ്മൂസ് എത്രയോ വാങ്ങി എല്ലാം എറിഞ്ഞ് പൊട്ടിച്ചു. അപ്പം ഇതാണ് ഞാൻ കൊടുത്ത റേറ്റ്. ഓക്കെ, അപ്പോൾ എനിക്ക് എത്ര വേഗം കിട്ടിയെന്ന് പറഞ്ഞാൽ 2-ാം തീയതി ഓർഡർ ചെയ്തു, ഇന്ന് 5-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതായിരുന്നു അവരുടെ പിക്ക് കേട്ടോ. ഇത്ര വലുപ്പമല്ലെങ്കിലും സംഭവം കിടുവാണ്, സ്വാദുണ്ട്. ഓക്കെ, എന്നെപ്പോലെ കൊതിച്ചുകളുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതി വീഡിയോ ഇട്ടതാണ് കേട്ടോ. ഒരു പണിയെടുക്കാതെ 10 മിനിറ്റിനുള്ളിൽ കല്ലുമ്മക്കായ് റെഡി.